والضحى والليل إذا سجى والضحى ആദ്യമായിട്ട് പറഞ്ഞ അതിൻ്റെ ഒരർത്ഥമായിരുന്നു. പിന്നെ പ്രഭാത സമയത്തിനെ തന്നെയാണ് സത്യം. പിന്നെ വല്ലയിൽ രാത്രിയിൽ തന്നെയാണ് സത്യം. വേറെ കുറെ മുഫസ്സിരീങ്ങൾ ഈ വദ്ദുഹ എന്ന് പറഞ്ഞാൽ വെറും പ്രഭാതം മാത്രമല്ല, മുഴുവൻ പകലിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ദുഹ എന്നത് എന്ന് പറഞ്ഞ ആളുകൾ. കാരണം അതിന് ശേഷം വല്ലയിൽ രാത്രി നിലവരും. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിന്റെ ചെറിയൊരു സമയം മാത്രമല്ല, രാത്രി മുഴുവൻ രാത്രിയാവുമ്പോ അപ്പൊ ദുഹ എന്ന് പറഞ്ഞാൽ മുഴുവൻ പകലിനെ കുറിച്ചും അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മഹാന്മാർ. രാത്രിയായാലും പകലായാലും അത് വലിയ രണ്ടും അള്ളാഹുവിന്റെ വലിയൊരു കുദറത്താണ്. സൂറത്തുൽ നബയിൽ എന്ന് പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല ലിബാസാ വജഅൽനാ അൻ-നഹാറ മആശാ. സൂറത്തുൽ നബ. ചെറിയ മക്കളോട് ഉപ്പ ഇങ്ങനെ ഇപ്പൊ ചെറിയ കാലത്ത് ചെയ്ത ആ നിയമത്തുകൾ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, മോനെ നിനക്ക് ഞാൻ സ്കൂളില് ബാഗ് വാങ്ങി തന്നിട്ടില്ലേ, നിനക്ക് ഷൂസ് എടുത്തു തന്നില്ലേ, നിനക്ക് കുട എടുത്തു തന്നിട്ടില്ലേ, നിനക്ക് അന്ന് ഞാൻ തിന്നാൻ തന്നില്ലേ, കുടിക്കാൻ തന്നില്ലേ, ഡ്രസ് വാങ്ങി തന്നില്ലേ, നിനക്ക് പണി വരുമ്പോ നിന്നെ ഞാൻ മരുന്നേ കൊണ്ടുപോയില്ലേ. മക്കളോട് ഉപ്പ പറയുന്നില്ല. എന്തിനാ വേണ്ടിയിട്ട്? മക്കൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയിട്ട്, അതെല്ലാം ഓർക്കുന്ന മക്കളാകാൻ വേണ്ടിയിട്ട് ഉപ്പമാർ മക്കളോട് പറയും പോലെ പടച്ച റബ്ബായ അല്ലാഹു നമ്മളോട് പറയാം, അലം നജഅലിൽ അർള മിഹാദാ, ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു തൊട്ടിലാക്കി തന്നില്ലേ. അല്ലെ, ചെറിയ മക്കളും തൊട്ടിൽ ഇങ്ങനെ ആടും പോലെ ഇവിടെ ഈ ഭൂമിയിൽ ഓടുന്നതും കളിക്കുന്നതും ചാടുന്നതും വണ്ടിയിൽ പോകുന്നതും ഒരു തൊട്ടില് പോലെയാണ്. അല്ല പറയാം, അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ, ഇങ്ങനെ ചുറ്റിക്കളിക്കുന്ന ഭൂമി, അതിന്റെ ആ ചുറ്റൽ നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ല ആ വലിയ വലിയ പർവ്വതങ്ങൾ ആണികളായി അതിന് ഞങ്ങൾ ഉറപ്പിച്ചു തന്നില്ലേ. ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ, നിങ്ങളെ ഞങ്ങൾ ഇണകളായിട്ട് പഠിച്ചില്ലേ. ആണ് മാത്രമല്ലല്ലോ, ആണിന്റെ പെണ്ണ്, പെണ്ണിന് ആണ്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും ആണുണ്ട് പെണ്ണുണ്ട്. വഖലഖനാകും അസ്വാജാ, എന്നിട്ട് പറയാം വജഅൽനാ നൗമകും സുബാതാ, നിങ്ങളുടെ വർക്ക്, ആ വർക്കിന് നിങ്ങൾക്ക് ഞങ്ങൾ വലിയൊരു രക്ഷായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തന്നില്ലേ. വജഅൽനാ നൗമകും സുബാതാ, രാത്രി വർക്ക് പിടിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ കുറെ ഓതിയാൽ വർക്ക് വരുന്നു മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വർക്കിന് കുറെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അതെ, ഗുളിക പിടിച്ചിട്ടും വർക്ക് വരുന്നില്ല എന്ന് പറയുന്നത്, ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നിട്ട് വർക്ക് വരുന്നില്ല എന്ന് പറയും. വൈകുന്നേരമാന്മാർ പറഞ്ഞിട്ടുണ്ട് വജഅൽനാ നൗമകും സുബാതാ, ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ നമ്മൾ അറിയാതെ നമുക്കത് വർക്ക് തരുന്നു. അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. നിങ്ങൾക്കുള്ള വർക്കിന് നല്ലൊരു റെസ്റ്റാക്കി നിങ്ങൾക്ക്. അല്ലെ, എന്ത് ക്ഷീണുണ്ടെങ്കിലും ആ ഉറങ്ങി ജനിക്കുമ്പോ അൽഹംദുലില്ലാഹ്, കാല് കടച്ചല്, കൈ കടച്ചല്, നടു കടച്ചല്, അല്ലെ, വണ്ടി ഒരു ദിവസം ഇങ്ങനെ ഓട്ടിയാൽ രാത്രി ഭയങ്കര ക്ഷീണാണ്. പിന്നെ വണ്ടിയിൽ വെച്ചിട്ട് ഉറങ്ങിയിട്ടുമ്പോ കാണുന്നില്ല. അല്ലെ, റോഡ് സൈഡിൽ കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് എണിച്ച് പോകുമ്പോ പിന്നെ നല്ല റാത്താണ്. വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ അൽ-ലൈല ലിബാസാ, രാത്രി നിങ്ങൾക്ക് ഞങ്ങളൊരു വസ്ത്രം പോലെ ആക്കി തന്നില്ലേ. വെളിപ്പോ ഡ്രസ് ധരിക്കുന്നത് എന്തിനാ? ഉള്ളത്തെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉള്ളത്തെ ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെയാണ് രാത്രി എന്ന് പറഞ്ഞാൽ, രാത്രി ഒരു ഡ്രസ് പോലെയാണ്. പിന്നെയോ പിന്നെ പറയാം നിങ്ങളുടെ പകല്, ആ പകലിനെ നിങ്ങൾക്കുള്ള
മഈശത്തിന്റെ ഒരു സമയമാക്കി നിങ്ങൾ തന്നില്ലയോ? മക്കളോട് ഉപ്പ പറയും പോലെ അടിമകളോട് അള്ളാഹു പറയാം. പകലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പകലെന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ സമയമാണ്. പകലെന്ന് പറഞ്ഞാൽ നട്ടോട്ടത്തിന്റെ സമയമാണ്. പകലെന്ന് പറഞ്ഞാൽ വിയർപ്പൊലിപ്പിക്കേണ്ട സമയമാണ്. അല്ലെ? രാത്രിയോ? രാത്രി എന്ന് പറഞ്ഞാൽ നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. നട്ടോട്ടമില്ല, അധ്വാനമില്ല, പരിശ്രമമില്ല, കൂല. ലൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുക്കൂനാണ്, കൂലാണ്. അപ്പൊ അതാണ് രാത്രിയായാലും പകലായാലും അത് രണ്ടും അള്ളാഹുവിന്റെ പ്രത്യേകമായ കുദറത്താണ്. അതുകൊണ്ട് വല്ലുഹ എന്ന് പറഞ്ഞാൽ പ്രഭാത സമയം മാത്രമല്ല, പകല് മുഴുവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുറാദ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പോ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പകലെന്ന് പറഞ്ഞാൽ സന്തോഷാണ്, രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മൂഡ് ഔട്ടാകുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഒരു അവസ്ഥ അനുഭവത്തിലായി ആകെ മൂടൗട്ടായ ഒരു അവസ്ഥയായിരുന്നു. ജിബ്രീൽ വരെ മാസങ്ങളായി റസൂലുള്ളാഹിന്റെ അടുത്ത് വഹിയുമായിട്ട് വരാന് വലിയ ബേജാറുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, വല്ലുഹാ വല്ലൈൽ, നബിയെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും, ഇരുട്ടുണ്ടാവും. ഒരു കയറ്റുണ്ടായാൽ ഒരു ഇറക്കുണ്ടാവും, ഒരു ഇറക്കുണ്ടായാൽ ഒരു കയറ്റുണ്ടാവും. ഇതൊക്കെ ദുനിയാവിന്റെ ജീവിതം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ദുനിയാവിൽ പ്രയാസം ഉണ്ടായാൽ പ്രയാസം കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. അതല്ലേ ദുനിയാവ് പറഞ്ഞാൽ. ആഖിറത്തല്ല, ആഖിറത്തിൽ സന്തോഷാണെങ്കിൽ സന്തോഷല്ലേ, തീരാത്ത സന്തോഷാണ്. പിന്നെ ദുഃഖാണെങ്കിലോ തീരാത്ത ദുഃഖാണ്. ദുനിയാവാനല്ല, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ഒരു ദിവസം നല്ല ആരോഗ്യമായിരിക്കും, ഒരു ദിവസം നല്ല രോഗമായിരിക്കും. രോഗം വന്നാലല്ലേ നമുക്ക് നമ്മുടെ ആ ശരീരത്തിന്റെ വ്യാധി മനസ്സിലാക്കണം. കാലിന് മുട്ടുവേദന വരുമ്പോഴല്ലേ കാലിന്റെ വില മനസ്സിലാക്കണം. മുട്ടുവേദന വരുമ്പോഴല്ലേ. അപ്പൊ അങ്ങനെയാണ്. കൈ വേദന വരുമ്പോഴാണ്, അല്ലെങ്കിൽ നരമ്പിന്റെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ആ നരമ്പിന്റെ വ്യാധി മനസ്സിലാകുന്നത്. എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാനും നമ്മുടെ ഭാഗത്തിൽ ശുക്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ്. ഇതിനിടക്ക് നമ്മുടെ ഒരു കേരളക്കാരനായ നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള ഒരു ചങ്ങായി എന്നോട് ഓർക്കണം. അതായത് തീരെ നിസ്കരിക്കാത്തൊരു മനുഷ്യൻ, തീരെ നിസ്കാരം ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കിഡ്നി ഫെയിലായിട്ടുണ്ടോ തൃശ്ശൂർ ഭാഗത്തിലുള്ള ഒരു സഹോദരൻ അയാൾക്ക് കിഡ്നി കൊടുക്കാം. കിഡ്നി എന്ന് പറഞ്ഞാൽ വയർ പറഞ്ഞ് 40 ലക്ഷം 30 ലക്ഷം 25 ലക്ഷമാണ് ഒരു കിഡ്നിക്ക് ആളുകൾ വില വാങ്ങിയിരുന്നത്. അപ്പോ എനിക്ക് ഒരു വലിയ മാലാഖനം പോലെ എന്റെ മുന്നിൽ വന്ന ഒരു സഹോദരനാണ്. അയാളുടെ ശരീരത്തിന്റെ സ്വന്തം കിഡ്നി വെറും 8 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തന്നു. 8 ലക്ഷം രൂപയ്ക്ക് അയാളുടെ ഒരു കിഡ്നി എനിക്ക് തന്നു. വില എത്രയാണ്? ആളുകൾ 40 ലക്ഷം പറഞ്ഞ കാലം, 30 ലക്ഷം 25 ലക്ഷം എന്ന് പറഞ്ഞ കാലത്ത് വെറും 8 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കിഡ്നി തന്നു. എന്നിട്ട് അവർ ഇപ്പോ എന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത് അയാൾ തന്ന കിഡ്നിയാണ്. ഇയാളാണെങ്കിലോ നിസ്കാരം എന്താണെന്ന് അറിയാത്ത മനുഷ്യൻ, മുസ്ലിമാണ്, നിസ്കാരവുമായിട്ട് പരിചയമില്ല. ഞാൻ പറയാണ്, സാറേ ഇപ്പൊ ഞാൻ അതിന്റെ ശേഷം എല്ലാ മാസവും എന്റെ കുടുംബത്തോടൊന്നിച്ച് പോയിട്ട് അയാളൊന്ന് കണ്ടിട്ട് അയാൾക്ക് പലഹാരങ്ങളും അയാൾക്ക് സന്തോഷങ്ങളൊക്കെ കൊടുത്തിട്ട് മാസം അയാളൊന്ന് കണ്ടിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. കാരണം അയാളാണ് എനിക്ക് ലൈഫ് തന്നത്, അയാളാണ് എനിക്ക് ലൈഫ് തന്നത്, ജീവിതം തന്നത് എന്നയാൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ ചിന്തിച്ചോ, ഇതൊരു പൊട്ടനല്ലേ? ജീവിതം മുഴുവനും 2 കിഡ്നി പൈസ കൊടുക്കാതെ സമർപ്പിച്ച അള്ളാഹ്, ആ അള്ളാഹിന്റെ മുമ്പിൽ വിനാരത്തിൽ നിന്ന് 5000 സന എന്ന് പറയുമ്പോ പൈസ കൊടുക്കണ്ട, പലഹാരം കൊടുക്കണ്ട, തൃശ്ശൂരിലേക്ക് പോകണ്ട, ഒരു ബുദ്ധിമുട്ടില്ല. പള്ളിന്റെ ഉള്ളിൽ കടന്നിട്ട് അല്ലെങ്കിൽ പല്ലിന്റെ ഉള്ളിൽ കടന്നിട്ട് ആ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരു 4 റക്അത്ത് അല്ലെങ്കിൽ സുബഹിന്റെ സമയത്ത് ഒരു 2 റക്അത്ത്
നിസ്കരിക്കാനുള്ള തൗഫീഖ് ഒരു മനുഷ്യനില്ലെങ്കിൽ എന്തൊരു ഭാഗ്യം കിട്ടവനാണ്. അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു കിഡ്നിക്ക് 8 ലക്ഷം കൊടുത്ത് പൈസ കൊടുത്തിട്ട് എന്നിട്ട് പോലും അയാളോട് ഭയങ്കര കടപ്പാടാണ്. പറയാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ എനിക്ക് ലൈഫ് തന്നെ തയ്യാറാണ്. എന്നിട്ട് അയാളെ ഒറ്റക്കാരുടെ കുടുംബത്തോടൊന്നിച്ച് പോയിട്ട് അയാളെ കണ്ട് അയാൾക്ക് പലഹാരങ്ങൾ സന്തോഷങ്ങളെല്ലാം കൊടുത്ത് മാസം അയാൾ കണ്ടുവരുന്നു. ഇപ്പോ 3 കൊല്ലം മുമ്പ് പറഞ്ഞാണ് അറിയും. അപ്പോ പറഞ്ഞെന്താ പറയാ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷങ്ങളൊക്കെ തന്നു, എത്ര സുഖങ്ങൾ, എത്ര അള്ളാഹുവിനെ സമർപ്പിച്ചാൽ മതിയോ. പക്ഷെ അതിന്റെ വാല്യൂ മനസ്സിലാകുന്നത് എത്രയാണ്? അതിനൊരു ചെറിയ പ്രശ്നം വരുമ്പോഴാണ്, വർക്കില്ലായ്മ, വർക്കിന്റെ പ്രശ്നം വരുമ്പോഴാണ് വർക്കിന്റെ വില മനസ്സിലാവുന്നത്. വർക്ക് പിടിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് വർക്കിന്റെ വില മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെയും പഠിപ്പിക്കുന്ന രൂപത്തിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അല്ലാഹു പറയുന്നത്. വല്ലുഹാ, സന്തോഷം ഉണ്ടാവും നബിയെ, വല്ലൈലി, അത് മാത്രമല്ല ഇരുട്ടുണ്ടാവും, ദുഃഖം ഉണ്ടാവും, ആളുകൾ നിങ്ങളെ ബേജാറാക്കും, ജിബ്രീൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളിയാക്കും, നിങ്ങളെ പ്രയാസപ്പെടുത്തും. അതൊക്കെയും ഒരുപോലെ തരണം ചെയ്ത് കൊണ്ടുപോകണം നബിയെ എന്ന് ഹബീബായ നമ്മളോട് ഒരു സൂചനയായി ഈ വല്ലുഹാവിന്റെയും എന്ന ഈ പദത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇതോട്ടെ ഇത് നമ്മുടെ ജീവിതത്തിൽ പാടാണ്. ഇപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടാവുക. ഇന്നലെ ഉണ്ടായ തിങ്കളാഴ്ച പോലെ ആയിരിക്കൂല ഇന്നത്തെ ചൊവ്വാഴ്ച, ഇന്നത്തെ പോലെ ആയിരിക്കൂല നാളത്തെ ദിവസം, ഈ ആഴ്ച പോലെ ആയിരിക്കൂല അടുത്ത ആഴ്ച. അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, രോഗം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് മുഅ്മിൻ. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളും പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ചവരാണ്, അതുപോലെ സന്തോഷങ്ങൾ അനുഭവിച്ചവരാണ്. ഇതെന്ന സന്തോഷത്തിന് വേണ്ടതുപോലെ നന്ദി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് നീ ഞങ്ങൾക്ക് പ്രയാസം തരുമ്പോ അതിനെ പല ആളുകളോടും പറഞ്ഞവരാണ്, അതിന്റെ ബുദ്ധിമുട്ട് പലരോടും ഞങ്ങൾ പറഞ്ഞവരാണ്. പഠിച്ചോനെ, യാ അല്ലാഹ്, ഞങ്ങൾക്ക് നന്ദിയുള്ള ഒരു ജീവിതം നീ തരണേ അല്ലാഹ്, നന്ദിയുള്ള കൽബ് തരണേ അല്ലാഹ്. നിന്റെ പ്രയാസം വരുമ്പോ അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള സബറുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ. ക്ഷമിക്കാനുള്ള ഈമാൻ തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ടും പലവിധ പ്രയാസങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് പഠിച്ചവരെ. പലരും ഞങ്ങളുമായി ദുആ വസിയ്യത്ത് ചെയ്തവരാണ്. എല്ലാവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ബേജാറുകളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. തീരാത്ത ചുമ കൊണ്ട്, നിൽക്കാത്ത ചുമയുടെ പേരിൽ ബേജാർ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആർത്തിക അസുഖങ്ങൾ, മുട്ടുവേദന, നടുവേദന, ധർമ്മിന്റെ പ്രശ്നങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, കച്ചവടത്തിൽ മറക്കത്തില്ലാത്ത ബേജാറുകൾ, അള്ളാഹുവെ ജോലിയിൽ ഹൈറില്ലാത്ത ബേജാറുകൾ, അങ്ങനെ പല രൂപത്തിലുള്ള അമ്മുകളുമായി നടക്കുന്ന എത്രയോ നിന്റെ അടിയാറുകൾ അള്ളാഹുവെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, സദസ്സിലുണ്ട്. എല്ലാവരെയും റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വേണ്ട പരിഹാരം നീ നൽകണേ അല്ലാഹ്. വേണ്ട ശിഫാഅ് നൽകണേ അല്ലാഹ്. എല്ലാ ദിവസങ്ങളിൽ വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുന്ന ഞങ്ങൾ എല്ലാവിധ അപകടങ്ങളിൽ നിന്നൊരു സലാമത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളായി അധ്വാനിക്കുന്ന എത്രയോ ആളുകൾ അവിടെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, അല്ലെങ്കിൽ വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നവരാണ്. സദാസമയം നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകണേ അല്ലാഹ്, കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ, നമുക്ക് തന്ന മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിൽ നമ്മുടെ കണ്ണ് നീ കുളിർമയാക്കണേ അല്ലാഹ്. എത്രയോ നമ്മുടെ കൂട്ടുകാരുടെ ഉമ്മമാർ പലവിധ ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. എന്റെ ഉമ്മാടക്കം അല്ലാഹ്, ഈ സദസ്സിലുള്ള പലരുടെയും ഉമ്മമാർ രോഗികളാണ് അല്ലാഹ്. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, രോഗത്തിന്റെ ശിഫാഅ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തതിന്റെ പേരിൽ ബേജാർ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിലുമുണ്ട്. പടച്ചവനെ, ഹൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഖുദ്റത്ത് കൊണ്ട് പടച്ചവനെ അതിന് കഴിയും. പടച്ചവനെ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, ഹൈറായ മക്കളെ നൽകണേ അല്ലാഹ്. നമ്മുടെ സദസ്സിലുള്ളവരുടെ മക്കളിൽ
കുടുംബക്കാരും വീട്ടുകാരും പലരും പ്രസവം അടുത്ത ഗർഭിണികളാണ്. വിളിച്ചോനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റാഹത്തോടെ സന്തോഷത്തോടെ നിന്റെ സമയമാകുമ്പോൾ പ്രസവിക്കാൻ ആ ഗർഭിണികൾക്ക് നീ തൗഫീഖ് നൽകല്ലോ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം حينما شد المهامم وتنادوا لرحيل جئتهم ودم سائل يا رسول الله قلت طفلي يا دليل يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم